ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഈ ആഴ്ചത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ. അങ്ങനെ അനുശ്രീയുടെയും അലോകിന്റെയും കേസ് കോടതിയിൽ വീണ്ടും നീട്ടിവെക്കാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ അച്യുതന് നല്ല ദേഷ്യം വരുന്നുണ്ട്. തന്റെ മകനുമായിട്ട് ഇന്ന് വീട്ടിലേക്ക് പോകാം എന്ന് കരുതിയെടുത്താണ് ഇങ്ങനൊരു തിരിച്ചടി നടക്കുന്നത്. എന്തായാലും വേറെ വഴിയില്ലാതെ അനന്തനോടൊപ്പം അച്യുതൻ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുക. അപ്പം അച്യുതന്റെ വരവും കാത്ത് രാജശ്രീ അവിടെ ഉണ്ട്. അപ്പോൾ ഓടി വരികയാണ്. അച്ചുവേട്ട, നമ്മുടെ മോൻ എവിടെ എന്ന് രാജശ്രീ ഇങ്ങനെ ചോദിക്കുക. അവന് ജാമ്യം കിട്ടിയില്ല, വീണ്ടും കേസ് നീട്ടിവെച്ചു മറ്റൊരു ദിവസത്തേക്ക് എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്ക് രാജശ്രീ നെഞ്ചത്തടിച്ച് കരയോ. അയ്യോ എന്റെ മോനെ, അച്യുതേട്ടൻ എന്താ പറഞ്ഞിട്ട് പോയത്? ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും അലോകമായിട്ട് വരുവോളെന്നല്ലേ പറഞ്ഞത്, വീണ്ടും അവനെ ജയിലിലേക്ക് അയച്ചോ എന്ന് ചോദിച്ച് കരയാണ്. അത് കാണുമ്പം എല്ലാവർക്കും സങ്കടം വരിക. അപ്പൊ ഇന്ദിരാമ്മ അടുത്തേക്ക് വന്ന് അനന്തനോട് ചോദിക്കും, എന്താ സംഭവിച്ചത്? അലോകിന്റെ കേസിൽ ഇന്ന് വിധി ആയില്ലേ എന്ന് ചോദിക്കുക. ഇല്ല അമ്മേ, നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കേസ് നമ്മുടെ വക്കീലിന്റെ സാമർത്ഥ്യം കൊണ്ട് തന്നെയാ വീണ്ടും നീണ്ടുപോയത്. അല്ലെങ്കിൽ ഇന്ന് വിധി വരേണ്ടതായിരുന്നില്ലേ? അത് മാത്രമല്ല, അവന് ജാമ്യവും കിട്ടിയില്ല. ഇനി നമ്മൾ എന്താ ചെയ്യുക എന്ന ധർമ്മനൊപ്പം വന്ന് ചോദിക്കും. അത് കേൾക്കുന്ന അച്യുതൻ പറയും, എനിക്കറിയില്ല, എൻ്റെ മകൻ വീണ്ടും ജയിലിലേക്ക് പോയി. അവൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായുള്ളവർക്കൊക്കെ ഇപ്പൊ സന്തോഷമായി കാണും എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും അനന്തരും നന്ദനും പരസ്പരം നോക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് രാജശ്രീ പറയാം, അയ്യോ നിങ്ങൾ അലോകിനെ കണ്ടു വച്ചുവേട്ടാ, അവൻ്റെ അവസ്ഥ എന്താ? എൻ്റെ മോൻ ആകെ ക്ഷീണിച്ചു പോയി കാണും എന്നൊക്കെ പറയാം. അവനൊരു കുഴപ്പമില്ല രാജശ്രീ, നീ സമാധാനപ്പെട്. ഞാൻ എങ്ങനെ സമാധാനപ്പെടണം? എൻ്റെ മോൻ അവിടെ ജയിലില്ല. ഇനിയും എത്ര നാൾ അവൻ അവിടെ കിടക്കേണ്ടി വരും? ഇത്രയും പൈസയും സമ്പത്തും പിടിപാടും ഒക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ആർക്കും എൻ്റെ മോനെ രക്ഷിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് രാജശ്രീ ബഹളം വെക്കാണ്. അപ്പൊ അനന്തം പറയും, രാജശ്രീ നീ കാര്യം മനസ്സിലാക്കുക. കേസ് വീണ്ടും വിധി നീട്ടിവെച്ചത് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പക്ഷേ ഇനിയിപ്പം ദേവമംഗലത്തുള്ളവർ വിചാരിച്ചാൽ മാത്രമേ അലോകിനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുള്ളെന്നാ എനിക്ക് തോന്നുന്നേ. അത് കേൾക്കുന്ന രാജശ്രീ ചോദിക്കും, മിണ്ടിപ്പോകരുത് ആരും അവരുടെ കാര്യം. അവർ കാരണമാ എൻ്റെ മോന് ഈ അവസ്ഥ വന്നത്. അവൻ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ, ദേവമംഗലം ഞാൻ കത്തിക്കും എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി നിൽക്കുക. പെട്ടെന്ന് നന്ദിത പറയും, രാജശ്രീ നീ കാര്യം അറിയാതെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അലോക് ചെയ്തതും ശരിയാണെന്ന് പറയാനായിട്ട് സാധിക്കില്ലല്ലോ. ആ അനുശ്രീയുടെ ജീവിതം വെച്ചിട്ടല്ലേ കളിച്ചത് എന്ന് ചോദിക്കാം. അല്ലെങ്കിലും ഏടത്തിക്കും ഏട്ടനും ഒക്കെ ദേവമംഗലത്തുള്ളവരോട് ഇപ്പൊ സ്നേഹമുണ്ടെന്നൊക്കെ എനിക്കറിയാം. മിത്രയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ ഞാൻ പറഞ്ഞിട്ട് പോലും ആരും എന്റെ വാക്കിന് വില നൽകുന്നില്ലല്ലോ എന്ന് ചോദിക്കാം. പെട്ടെന്ന് അനന്തം പറയും, മിത്രയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ തന്നെയാ ഞങ്ങളുടെ തീരുമാനം. അവൾ വരുവാണെങ്കിൽ അവളെ ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. പക്ഷേ അതിനു മുന്നേ അലോകിനെ പുറത്തിറക്കാനായിട്ട് നോക്കിയതല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇനി വെച്ച് താമസിപ്പിക്കേണ്ട, അലോക് വന്നില്ലല്ലോ, മിത്ര ഇനി ഒരു നിമിഷം പോലും ദേവമംഗലത്ത് നിൽക്കാൻ പാടില്ല എന്ന് രാജശ്രീ വാശിയോട് കൂടി പറയാണ്. പെട്ടെന്ന് രാജശ്രീയുടെ ഈ വാശി കാണുമ്പം ആനന്ദം പറയും, ദേവമംഗലത്തുള്ളവര് കേസ് പിൻവലിച്ചാൽ മാത്രമേ അലോകിനെ ഈ കേസിൽ നിന്ന് ഇനി രക്ഷപ്പെടുത്താൻ പറ്റുള്ളെന്നാ വക്കീലും പറഞ്ഞത്. അവരോട് ആ രീതിയിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്ന് പറയുകയും ചെയ്തു. അത് കേൾക്കുന്ന രാജശ്രീ പറയും, ആ ബാലനോട് അമ്മ പോയി ഇന്ന് നേരിട്ട് അപേക്ഷിച്ചതല്ലേ? എപ്പോഴും അയാൾ പറയുന്നത് എന്താ? അമ്മയോട് ഭയങ്കര സ്നേഹമാണ്, ബഹുമാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ വാക്കിനെ പോലും അയാൾ തിരസ്കരിച്ചില്ലേ എന്ന് രാജശ്രീ പറയാം. അമ്മ പോയി പറഞ്ഞിട്ട് പോലും ഒരു കാര്യം ഉണ്ടാകാത്തടുത്ത് ഇനി നമ്മൾ ആര് പറഞ്ഞാലും അവിടുള്ളവർ കേൾക്കുന്നുണ്ടോ? മിത്രക്കെങ്കിലും ഒരു വാക്ക് എൻ്റെ മകന് വേണ്ടി സംസാരിക്കായിരുന്നു. അവള് പോലും അത് ചെയ്തില്ലല്ലോ. സ്വന്തം ആങ്ങളെയാണ്, സ്വന്തം രക്തമാണെന്ന് അവള് ചിന്തിച്ചോ എന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പം മിത്രയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതൊന്നും നമ്മുടെ നന്ദിതയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നന്ദിത പറയും, രാജശ്രീ അവൾ എന്ത് ചെയ്യാനാ? അവൾ പറഞ്ഞാൽ അവര് തീരുമാനം മാറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ രാജശ്രീക്കും അതിന് മറുപടിയില്ല. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇന്ദ്രമ്മ പറയും, നമുക്ക് പ്രതീക്ഷ കൈവിടണ്ട, ഒന്നുകൂടി ഞാൻ ഗോമതിയോട് സംസാരിച്ചു നോക്കട്ടെ എന്ന് പറയാം. അപ്പൊ അച്യുതൻ പറയും, ആ ബാലനോട് അമ്മ സംസാരിച്ചു നോക്കിയാലോ? അമ്മയ്ക്ക് അവനോട് വലിയ സ്നേഹമായിരുന്നില്ലേ? അമ്മയുടെ വാക്കിന് എന്നിട്ട് അയാൾ എന്തെങ്കിലും വില നൽകിയോ? ഇനിയിപ്പം അവിടെ ആരോട് സംസാരിച്ചിട്ടും ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയാം. അപ്പൊ രാജശ്രീ വീണ്ടും കരയാണ്, എൻ്റെ മോനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്ത്, എൻ്റെ കുഞ്ഞ് അവിടെ കിടന്ന് നരകിക്കുമായിരിക്കും. പാവം എൻ്റെ മോന്, അവന് ആഹാരമൊക്കെ സമയത്തിന് കിട്ടുന്നുണ്ടോ എന്തോ എന്നൊക്കെ ചോദിച്ച് പദം പറഞ്ഞ് കരയാണ് കേട്ടോ.
അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും നിൽക്കാം. ഇതേ സമയം ദേവമംഗലത്ത് കേസ് വീണ്ടും നീട്ടുവെച്ചതിൽ അവർക്കും ഒരു അമർഷമുണ്ട്. ഇന്നത്തോടുകൂടി കേസ് തീർന്ന് വിധി വരുമെന്നാണ് അവിടെ എല്ലാവരും വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആകെ മടുപ്പോടുകൂടി ഗോമതി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഗോമതിയുടെ ഇരിപ്പും മറ്റും ഭാവമൊക്കെ കാണുമ്പം ബാലൻ പറയും, എന്നോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞതല്ലേ ഗോമതി, വീണ്ടും താൻ നിർബന്ധപൂർവ്വം വന്നതല്ലേ. ഇന്ന് തന്നെ ഞാൻ വല്ലാതെ മടുത്തുപോയി ബാലേട്ടാ. കോടതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ സംഭവമാണെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. വക്കീലന്മാരൊക്കെ എന്ത് രീതിയിൽ അവർ ചോദ്യം ചോദിക്കുന്നേ. നമ്മുടെ അനുക്കുട്ടിയോട് തന്നെ അവര് എത്ര മോശമായിട്ടാ ചോദ്യങ്ങൾ ചോദിച്ചേ. അത് കേൾക്കുന്ന ആരും പറയും, അമ്മേ കോടതിയിൽ അങ്ങനെയാ, എതിർകക്ഷിയെ രക്ഷപ്പെടുത്താൻ അവരുടെ വക്കീല് പ്രതിഭാഗത്തോട് ഈ രീതിയിലേ സംസാരിക്കൂ. അമ്മ അത് ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടാ എന്ന് പറയാം. പാനുവിനും ആകെ ഒരു മടുപ്പായിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ അവസ്ഥയും അലോക് വന്ന് മാപ്പ് പറഞ്ഞതും എല്ലാം കൂടി അനുശ്രീയെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പം അലോക് ചെയ്ത എല്ലാ തെറ്റുകൾക്കും അനുവിനോട് മാപ്പ് പറയുന്നുണ്ട് കേട്ടോ. അലോകിന്റെ ആ മാറ്റത്തിൽ വിശ്വസിക്കാൻ കഴിയാതെ എല്ലാവരും നിൽക്കുന്നത്. അപ്പം അനു ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് കാണുമ്പം ആരും ചോദിക്കും, നീ ഇപ്പോഴും ആ ഫ്രോഡിനെ പറ്റിയാണോ ചിന്തിക്കുന്നത്? ഇതൊക്കെ അവന്റെ നാടകമാ. അവന്റെ ഈ മാപ്പ് പറച്ചിലിൽ മനസ്സലിഞ്ഞ് നമ്മൾ കേസ് പിൻവലിക്കണം, അല്ലാതെ അവൻ ഇനി ഇതിൽ നിന്നും ഊരിപ്പോരാൻ സാധിക്കില്ലെന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നതാ. മോൾ ഇതൊന്നും കണ്ട് ടെൻഷൻ ആകണ്ട എന്ന് പറയാണേ. അപ്പോൾ ഗോമതി പറയും, ശരിയാ, അലോകിന് നല്ല മാറ്റമുണ്ട്. അവൻ ജയിലിലൊക്കെ കിടന്ന് ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. രൂപവും ഭാവവും ഒക്കെ മാറി മട്ട. കണ്ടപ്പം എനിക്കും എന്തോ പോലെ തോന്നി എന്ന് പറയാം. അപ്പം മിത്ര ചോദിക്കും, എന്താ പച്ചി, എന്താ കാര്യം എന്ന് ചോദിക്കുക. അപ്പം അലോക് വന്ന് മാപ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയിക്കുക. അതോടെ കേൾക്കുമ്പോൾ മിത്രയ്ക്ക് ആകെ സങ്കടം വരികയാണ്. തൻ്റെ സഹോദരനാണ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ കാണുമ്പോൾ നമ്മുടെ മിത്രയ്ക്കും സ്വാഭാവികമായി സങ്കടം വരിക. പക്ഷേ അവന് വേണ്ടി ഒരു വാക്കുപോലും തനിക്ക് ഇവിടെ ഉച്ചരിക്കാനായിട്ട് സാധിക്കില്ല. ആരിന് അത്രയ്ക്ക് ദേഷ്യമുണ്ട് അലോകിനോട് എന്ന് മിത്രയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ പെട്ടെന്ന് മീനും പറയും, ഇതൊക്കെ അവന്റെ അടവായിരിക്കും, അല്ലാതെ അവനെ പോലെ ഒരുത്തൻ ഇത്ര പെട്ടെന്നൊന്നും മനം മാറുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. മിക്കവാറും ആ വക്കീല് പറഞ്ഞു കൊടുത്തായിരിക്കും. കേസിൽ നിന്ന് ഊരിപ്പോരാൻ അനുശ്രീ കേസ് പിൻവലിക്കട്ടെ എന്ന് കരുതി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അലോകിന്റെ മാപ്പ് പറച്ചിലൊന്നും ദേവമംഗലത്ത് ആരും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ അനുശ്രീക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട്. കാരണം കൃഷ്ണമംഗലത്ത് അവരുടെ ഒപ്പം ജീവിച്ചിരുന്നപ്പോൾ പോലും അവിടെയുള്ള മറ്റാരും തന്നോട് മോശമായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എല്ലാവരും തന്നെ സ്നേഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. താൻ ഈ ചെയ്തത് ശരിയാണോ? കൃഷ്ണമംഗലത്ത് എല്ലാവരും താൻ കാരണം വേദനിക്കുവാണോ? അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അനുവിന്റെ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പൊ ബാലൻ പറയും, മോൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട, ഇനിയും നമുക്ക് കോടതിയിൽ പോകേണ്ടി വരും. മോളോട് പല വിധത്തിലുള്ള ചോദ്യങ്ങൾ വക്കീല് ചോദിക്കും. ഇന്നിപ്പോൾ പ്രതികരിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മോള് പറയണം എന്ന് അനുശ്രീക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ ബാലൻ. എങ്കിലും അനുവിൻ്റെ മുഖം ആകെ വാടി തന്നെയാണ് ഇരിക്കുന്നത്. അത് കാണുമ്പം മിത്രയും മീനും കൂടി ഇടപെട്ട് അനുവിന് സന്തോഷിപ്പിക്കാനായിട്ട് ഓരോന്നൊക്കെ പറയുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഉദയഭാനു ആണെങ്കിൽ മനസ്സിൽ പലതും പ്ലാൻ ചെയ്തുകൊണ്ട് വീണ്ടും കയ്യിലേക്ക് വരുന്നുണ്ട്. ആകാശിനെ കാണാനായിട്ടാണ് വരുന്നത്. അതുമാത്രമല്ല പൈസ പറ്റുമെങ്കിൽ അടിച്ചു മാറ്റിക്കൊണ്ടും പോകണം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഗോമതി സ്റ്റോറിൽ നിന്ന് തനിക്കൊന്നും കാര്യമായിട്ട് അടിച്ചു മാറ്റാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ചിന്ത ഉദയഭാനുവിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ദേവിയെ കാണാൻ എന്ന വ്യാജേന അവിടേക്ക് വരിക. എന്നിട്ട് ഓരോ ഒന്നൊക്കെ പറഞ്ഞ് ദേവിയെ അവിടെ നിന്ന് മാറ്റുകയാണ് കേട്ടോ. അപ്പൊ അച്ഛന്റെ കാര്യത്തിൽ ചെറിയൊരു സംശയം തോന്നുന്ന ദേവി നന്നായിട്ട് തന്നെ അച്ഛനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ആകാശിനെ മാറ്റി നിർത്തി ഉദയഭാനു സ്ഥലത്തിന്റെ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അങ്കിളിന് ആ സ്ഥലം മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞാൻ കൊണ്ട് കാണിക്കാം എന്ന് പറയാം. ഉറപ്പായിട്ടും മോനെ, ഞാൻ അതിന്റെ കാര്യം കൂടി മോനോട് പറയാനായിട്ടാ ഇവിടേക്ക് വന്നത്. നമുക്ക് ആ സ്ഥലം പോയി കാണാം. എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉടനെ തന്നെ അങ്കിൾ ആ സ്ഥലം മേടിക്കാം എന്നൊക്കെ നമ്മുടെ ആകാശിന് പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആകാശം വളരെയേറെ സന്തോഷത്തിൽ തന്നെയാണ്. ഇതേ സമയം ആകാശം സംസാരിച്ചതിന് ശേഷം പുറത്തേക്കിങ്ങ് പോവുക. അപ്പൊ ദേവിയും സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്ന കാര്യത്തിൽ വ്യാപൃതയായിട്ട് നിൽക്കുമ്പം പെട്ടെന്നാണെങ്കിൽ ഉദയഭാനു ഡ്രോ തുറന്ന് പതിവ് പോലെ കാശ് എടുക്കാനായിട്ടൊരു ശ്രമം നടത്തുന്നുണ്ട്. ഇത്തവണ കാശ് കിട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവിയുടെ കണ്ണ് വെട്ടിച്ച് അതിൽ നിന്ന് കുറേ പൈസ അടിച്ചു മാറ്റി തൻ്റെ കൈക്കലാക്കുന്നുണ്ട്. അപ്പോൾ ദേവി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പം അച്ഛനാണെങ്കിൽ ഇരുന്നിടത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ദേവിക്ക് സംശയമൊന്നും തോന്നുന്നില്ലേ. ഇതേ സമയം നമ്മുടെ ആനന്ദ് ഇതെല്ലാം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പം ഉദയഭാനു തൻ്റെ കെണിയിൽ വന്ന് പെട്ടു എന്ന് മനസ്സിലാക്കുന്ന ആനന്ദിന് ഒരുപാട് സന്തോഷമാവാം. ഇനി ഇയാളുടെ കള്ളത്തരം എല്ലാവരെയും അറിയിക്കണം. മാമന്റെ നിരപരാധിത്വം എല്ലാവരെയും മനസ്സിലാക്കുകയും വേണം എന്ന്
ആനന്ദ് ഉള്ളില് സന്തോഷിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതൊന്നും ദേവി ഇട്ട് അറിയുന്നില്ല. അതിനുശേഷം ഉദയഭാനു ദേവിയുടെ യാത്ര പറഞ്ഞ് അവിടുന്ന് പോവാം. അപ്പൊ ദേവി പറയുന്നുണ്ട്, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാനെന്നുള്ള രീതിയിൽ ഇവിടേക്ക് ഇനി അധികം വരണ്ട എന്ന് പറയാം. അതെന്ത് വർത്തമാനോ മോളെ, എനിക്ക് നിന്നെ കാണണമെങ്കിൽ ഇവിടെ വരണ്ടേ? നീ ഇപ്പം ദേവമംഗലത്ത് പകല് കാണത്തില്ല, അതുകൊണ്ടല്ലേ അച്ഛൻ ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് വേണ്ട, അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനുകൾ നടക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് അച്ഛൻ ഇനി അധികം ഇങ്ങോട്ട് വരാത്തതാ നമുക്ക് രണ്ടു പേർക്ക് നല്ലത് എന്ന് ഒരു താക്കീതൊക്കെ നൽകിയാണ് ഇത്തവണ നമ്മുടെ ദേവി ഉദയഭാനുവിനെ പറഞ്ഞയക്കുന്നത് കേട്ടോ. അതേസമയം ഇന്ദ്രാമയാണെങ്കിൽ ഗോമതിയോട് ഒരിക്കൽ കൂടി അലോകിന് വേണ്ടി സംസാരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പൊ ഗോമതിയെ പുറത്ത് വെച്ച് കാണുന്നുണ്ട്. അപ്പൊ ഗോമതിയോട് സംസാരിക്കാൻ ഒരു മടിയോടുകൂടിയാണ് നിൽക്കുന്നത്. എന്താ അമ്മേ, അമ്മയ്ക്ക് എന്താ സംസാരിക്കാനുള്ളത് എന്ന് ഗോമതി ചോദിക്കാം. ഗോമതി, ഒരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞ കാര്യമാണ്, എങ്കിലും ഒരിക്കൽ കൂടി പറയാം. അലോക് അവന്റെ ആ കേസ് പിൻവലിക്കാൻ പറ്റുമോ? ബാലനോട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചതാ, പക്ഷെ അനുവിന് നീതി മേടിച്ചു കൊടുത്തേ അടങ്ങുവെന്ന ബാലൻ. എനിക്ക് മനസ്സിലാകും, അവൻ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ അലോകിനെ എനിക്കങ്ങനെ എഴുതി തള്ളാനായിട്ട് സാധിക്കുമോ? അവനും എൻ്റെ കൊച്ചുമോനല്ലേ, ഞാൻ വളർത്തിയ എൻ്റെ കൊച്ചുമോൻ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പം പെട്ടെന്ന് ഗോമതി ചോദിക്കും, അമ്മേ, അനുവും അമ്മയുടെ കൊച്ചുമോളല്ലേ, അവളോട് അവൻ ചെയ്തതൊക്കെ ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? പിന്നെ അലോകിന് നല്ല മാറ്റം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നേ. എൻ്റെ ഏട്ടൻ്റെ മകൻ ഒരിക്കലും നശിച്ചു കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ല. അവൻ എന്നോട് പല പാവങ്ങളും ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ ക്ഷമിച്ചതും അതുകൊണ്ട് തന്നെയാ. പക്ഷെ എൻ്റെ മകളുടെ ജീവിതം വെച്ചും അവൻ കളിച്ചു. എനിക്കും അവനെ വെറുതെ വിടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ബാലേട്ടനോട് എനിക്കിത് പറയാനുള്ള ധൈര്യമില്ല. കാരണം ബാലേട്ടൻ ഒരിക്കലും അതിന് തയ്യാറാവുകയുമില്ല എന്ന് പറയാം. അപ്പൊ ഇന്ദ്രാമ്മ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുക. മോളെ, എനിക്കറിയാം ഇവിടെ നിന്റെ മകൾക്കും നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അവന്റെ ജീവിതം നശിച്ചു കാണാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാ അമ്മ ഇത് പറയുന്നത്. മോൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇരു വീട്ടുകാർക്കും ഇടയിലുള്ള ഈ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കൂടും. ഇപ്പൊ തന്നെ അച്യുതനും രാജശ്രീക്കും ദേവമംഗലത്തെല്ലാവരോടും അത്രയധികം ദേഷ്യമാണ്. ഞാൻ മരിക്കുന്നതിന് മുന്നേ ഈ ഇരു കുടുംബക്കാരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നത് കണ്ട് കണ്ണടച്ചാൽ മതിയിൽ നിന്നൊരു ആഗ്രഹമേ ഉള്ളൂ. പക്ഷെ ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളുണ്ടായി ബന്ധങ്ങൾ കൂടുതൽ വഷളാകുന്നതാ കാണാനായിട്ട് സാധിക്കുന്നത് എന്ന് ഇന്ദ്രമ്മ കരഞ്ഞുകൊണ്ട് പറയാം. അപ്പം അമ്മയെ പറയുന്നതൊക്കെ കേൾക്കുമ്പം ഗോമതിക്കും ആകെ സങ്കടം വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണക്കാരി താനാണല്ലോ, തന്നിൽ നിന്നാണല്ലോ ഇതൊക്കെ തുടങ്ങിയത് എന്നൊരു ചിന്ത വരുന്നുണ്ട്. അലോകിന് വേണ്ടി ഒരിക്കൽ കൂടി ബാലേട്ടനോടൊന്ന് സംസാരിച്ചാലോ എന്നൊരു ചിന്ത ഗോമതിയുടെ മനസ്സിലേക്ക് വീണ്ടും കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഗോമതി പറയും, അമ്മ സങ്കടപ്പെടേണ്ട, ഞാൻ ബാലേട്ടനോടൊന്ന് പറഞ്ഞു നോക്കാം എന്ന് പറയാം. അതിനുശേഷം ഗോമതി അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഗോമതിക്ക് എന്തെങ്കിലും ചെയ്താൽ കഴിഞ്ഞാലോ എന്നൊരു ചിന്ത ഇന്ദ്രാമ്മയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ ഗോമതിക്കും മിത്രയ്ക്കും അലോകിനെ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരണമെന്നൊരു ചിന്ത മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ ആരോടും ഇത് പറയാനുള്ള ധൈര്യവും ഇല്ല. അപ്പൊ ബാലനോട് ഗോമതി ഒരിക്കൽ കൂടി ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ബാലൻ പറയും, നിനക്ക് നിന്റെ ഏട്ടന്റെ മകനോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഗോമതി, പക്ഷെ നമ്മുടെ മകളുടെ ജീവിതമോ അതല്ല ബാലേട്ട. അനുക്കുട്ടിക്കും ആ കോടതിയും അവിടുത്തെ അന്തരീക്ഷവും ഒക്കെ ആകെ മടുപ്പായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവളുടെ അമ്മയല്ലേ, അവിടെ നമ്മുടെ മോളെ എത്ര ബുദ്ധിമുട്ടിയാ നിന്നത്. ഈ കേസും കോടതിയും ഒന്നും വേണ്ട, അവളെ നമുക്ക് പഠിക്കാൻ അയക്കാം. ഈ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ അവൾക്കൊരു മാറ്റം വേണം ബാലേട്ട. അതുകൊണ്ടും കൂടിയാ ഈ കേസൊന്നും നമുക്ക് വേണ്ടെന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ മോളോട് അവൻ ചെയ്തത് നല്ലതാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അവൻ അത്ര വലിയ പാപമാ ചെയ്തത്, എനിക്കതറിയാം. പക്ഷെ അവളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ആഴ്ത്തിക്കൊണ്ടാവരുതല്ലോ എന്ന് കരുതിയ ബാലേട്ട ഞാനിത് പറയുന്നത് എന്ന് ഗോമതി പറയണം കേട്ടോ. അപ്പോൾ ബാലൻ പറയും, അനുമോൾ എന്ത് തീരുമാനിച്ചാലും ഞാൻ അതിനൊപ്പം കൂട്ടു നിൽക്കും എന്ന് ബാലൻ തീർത്ത് പറയുകയാണേ. ഇതേസമയം അനുവിനും ഈ കേസൊന്നും വേണ്ട എന്നൊരു ചിന്ത തന്നെ കടന്നു വരുന്നുണ്ട്. തൻ്റെ അമ്മയുടെയും ഏടത്തിയുടെയും ഒക്കെ വിഷമം മനസ്സിലാകുന്നുണ്ട്. അതുമാത്രമല്ല, കൃഷ്ണമംഗലത്തുള്ളവർ ഓരോരുത്തരായിട്ട് അവരോട് സംസാരിച്ചതും ഒക്കെ നമ്മുടെ അനുശ്രീയും അറിഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് തന്നോട് അവരാരും മോശമായിട്ട് പെരുമാറിയിട്ടില്ല, അവരും വേദനിക്കുക താൻ കാരണം എന്നൊരു കുറ്റബോധമൊക്കെ അനുവിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇതേസമയം രാജശ്രീയുടെയും അച്യുതന്റെയും നിരന്തരമായ ശല്യം കാരണം മിത്രയെ തിരിച്ചു വിളിക്കാനായിട്ട് അനന്തനും നന്ദിതയും കൂടി വരുന്നുണ്ട്. അപ്പം അനന്തൻ പറയും, എല്ലാവരോടും വന്ന് കൂടുതൽ പ്രശ്നം വഷളാക്കണ്ട. ഇപ്പൊ ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അലോകിനെ ആയിരിക്കും. അതുകൊണ്ട് ഞാനും നന്ദിതയും കൂടി പോയിട്ട് വരാം എന്നും പറഞ്ഞ് അച്യുതനെയും രാജശ്രീയും ഒഴിവാക്കിയിട്ടാണ് അവർ വരുന്നത്. അപ്പം ദേവമംഗലത്ത് വന്ന ഇക്കാര്യം എല്ലാവരെയും അറിയിക്കാൻ കേട്ടോ. മുറ്റത്ത് തന്നെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അവർ വരുന്ന കാണുമ്പോൾ തന്നെ എല്ലാവരും ഇറങ്ങി വരും. മോളെ മിത്രേ, നിങ്ങളുടെ കല്യാണം ഏത് സാഹചര്യത്തിലാണ് നടന്നതെന്നൊക്കെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായിട്ടുണ്ട്.
എൻ്റെ മോൾക്ക് ഒരു ജീവിതം കൊടുത്തവരാ ഈ ദേവമംഗലത്തുള്ള എല്ലാവരും. ആ നന്ദി ഞങ്ങൾ കൊണ്ടുതാനും. പക്ഷേ ഇപ്പം ഈ സാഹചര്യത്തിൽ കുറച്ച് നാൾ മിത്ര ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കുന്നതല്ലേ നല്ലത് എന്നൊരു അഭിപ്രായം വെക്കുക. അപ്പം അച്ഛനും അമ്മയും മിത്രയെ വിളിക്കാനായിട്ട് വന്നതാണ് എന്നറിയുന്ന ആര്യൻ ഒന്നും പറയാതെ നിൽക്കുകയാണ് കേട്ടോ. കാരണം ഇവിടെ അഭിപ്രായം പറയേണ്ടത് മിത്ര മാത്രമാണ്. അപ്പം അത് കേൾക്കുന്ന ഗോമതി പറയും, ഏട്ടനും ഏടത്തിയും മിത്രയെ വിളിക്കാനായിട്ടാണോ വന്നത്? അവൾ എൻ്റെ മരുമകളാ, ഈ കുടുംബത്തിൻ്റെ മരുമകള്. അവളെ അങ്ങനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കാം. അപ്പം നന്ദിത പറയും, നിങ്ങളുടെ മകൾക്കൊരു പ്രശ്നം വന്നപ്പം നിങ്ങൾ വന്ന് വിളിച്ചോണ്ട് വന്നില്ലേ, അവളുടെ ഇഷ്ടം പോലെ തീരുമാനം എടുത്തോട്ടെ എന്നാ ഞാനും അനന്തേട്ടനും പറഞ്ഞത്. അതേപോലെ ഞങ്ങളുടെ മകളെ വന്ന് വിളിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ ഗോമതി എന്ന് ചോദിക്കുക. ഏടത്തി അനുശ്രീയുടെ സാഹചര്യമാണോ മിത്രയുടേത്? ഇവരുടെ കല്യാണം നടന്നതല്ലേ, അതുപോലെയാണോ? അനുശ്രീയുടെയും അലോകിന്റെയും കല്യാണം പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മിത്ര പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്നറിയാതെ നിൽക്കുക. തൻ്റെ അച്ഛനും അമ്മയും തന്നെ അന്വേഷിച്ച് വന്നത് മിത്രക്ക് ഒരുപാട് സന്തോഷം കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരെ വേദനിപ്പിക്കാതെ തന്നെ മിത്ര പറയുന്നുണ്ട്, അമ്മേ, അനുശ്രീയുടെയും അലോകിന്റെയും അവസ്ഥയല്ല എൻ്റെയും ആര്യൻ്റെയും. ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞവരാ. കല്യാണം കഴിഞ്ഞ സമയത്ത് പരസ്പരം പൊരുത്തപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ആര്യൻ എനിക്ക് വേണ്ടിയാ എപ്പോഴും നിലകൊണ്ടിട്ടുള്ളത്. ഇപ്പൊ പോലും അവൻ്റെ സ്വപ്നങ്ങളൊക്കെ മറന്ന് എൻ്റെ സ്വപ്നങ്ങൾ എനിക്ക് നേടി തരാൻ വേണ്ടി രാപ്പകലോളം പണിയെടുക്കുക എൻ്റെ ആര്യൻ. അങ്ങനെയുള്ള ആര്യനെ ഉപേക്ഷിച്ച് ഞാൻ ഒരിക്കലും വരില്ലമ്മേ എന്ന് പറയാം. അപ്പൊ അനന്ത പറയും, ഉപേക്ഷിച്ച് വരണമെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? കുറച്ച് ദിവസം വീട്ടിൽ വന്ന് നിൽക്കണം, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. എൻ്റെ അച്ഛനും അമ്മയും എന്നെ കൂട്ടാൻ വന്നതും എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ചോദിക്കാൻ വരുന്നതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊരു ചിന്ത തരുന്നേ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ വരില്ല. ഇപ്പം ഞാൻ ഇവിടെ അമ്മയെ വേണ്ടത്. എൻ്റെ ആര്യനെ ഉപേക്ഷിച്ച് ഞാൻ ഒരിക്കലും വരത്തില്ല എന്ന് മിത്ര തീർത്തു പറയാം. എന്ന് കരുതി നിങ്ങളെ വേണ്ടെന്നല്ല, എൻ്റെ ഒപ്പം എൻ്റെ അച്ഛനും അമ്മയും ഭർത്താവും വേണം. ഞാൻ എന്തൊക്കെ നേടിയാലും ഇത് കാണാൻ നിങ്ങൾ 3 പേരും എൻ്റെ ഒപ്പം ഉള്ളതാ എനിക്ക് എപ്പോഴും സന്തോഷം. എൻ്റെ അച്ഛനും അമ്മയും ദേവമംഗലവും ഒരുപോലെ എൻ്റെ ഒപ്പം ഉണ്ടാകണം എന്ന് പറയാം. അങ്ങനെ മിത്ര കൃഷ്ണമംഗലത്തേക്ക് പോകാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. മിത്രയുടെ ആ സംസാരം കേൾക്കുമ്പം സത്യത്തിൽ ആനന്ദനും നന്ദിതയ്ക്കും ഒരുപാട് സന്തോഷമാണ് തോന്നുന്നത്. തൻ്റെ മകൾ ഇവിടെ സൗഭാഗ്യത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത് എന്നൊരു ചിന്ത അവർക്ക് വരികയാണ്. അപ്പം മിത്രയുടെ ഈ സംസാരം കേൾക്കുന്ന നമ്മുടെ ആര്യനും ഒരുപാട് സന്തോഷം തോന്നുക. തൻ്റെ മിത്ര തന്നെ ഉപേക്ഷിച്ച് ഒരിക്കലും പോകില്ല എന്നൊരു ചിന്ത കടന്നു വരികയാണ്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. എന്തായാലും അലോകിൻ്റെ കേസ് അനുശ്രീ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അലോക് ഈ കേസ് പിൻവലിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് നമ്മുടെ അനുശ്രീ എത്തുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും